നമ്മുടെ 25ാമത്തെ ദിവസമായിരുന്നു. ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിലാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ പോകാനുള്ള ചാലക്കുടിയിലേക്കാണ്. ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഫുള്ള് ഗാർബേജ് ഐറ്റംസാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒന്ന് നോക്കണം. ആരും ഉണ്ടാക്കിയതെന്ന് അറിയത്തില്ല. തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ അയച്ചാണ്. അപ്പം നമുക്കിനി ഇത് കണ്ടോ, ഇത് മൊത്തം കയറി, ഈ സ്റ്റെപ്പ് മൊത്തം കയറി അതിലേക്കൂടെ കറങ്ങി ഇതിലേയാണ് കേട്ടോ പോകണ്ടേ. ഇത് കുറവാട്ടോ സംഭവം. ഞാൻ ഇതിനകത്ത് കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറണേ. പക്ഷെ നമുക്ക് അല്ലെങ്കിൽ ഇത്രയും ബ്ലോക്കുള്ള സ്ഥലത്തോടെ ഇങ്ങനെ വണ്ടിക്ക് ഇത്ര വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡേഞ്ചറാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. കാരണം 1-2 ആൾക്കാരല്ലല്ലോ പോണേ. ഇത് വെള്ളം കൊണ്ട് അത്യാവശ്യം നല്ല ഉപകാരമുണ്ട്. നമുക്കിനി ഇവിടുന്ന് ഇറങ്ങണം. ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നടന്നു തന്നെയാണ് പോണേ. ഇവിടുന്ന് ഇറങ്ങി നമുക്ക് ആ റൂട്ട് പിടിച്ചാണ് പോകേണ്ടത്. ഇന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റാട്ടോ ഫുള്ള്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നത് ഒല്ലൂർ ഫൺ മൂവീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. കാരണം അവനൊരു കസിനായിട്ട് വരും. അപ്പോൾ അവൻ ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു അവൻ ഈ റൂട്ടാണ്. അപ്പോൾ ഞാനെന്തായാലും ഈ റൂട്ട് കൂടിയാണ് പോകണേ. അപ്പോൾ അവനെ കൂടെ കണ്ടിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ അവനെന്തായാലും ഇപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും വണ്ടി കൊണ്ടിങ്ങോട്ട് വരും. ശരിക്കും പറഞ്ഞാൽ അവനെ കണ്ടിട്ട് കുറേ ആയിട്ടോ, കുറേ വർഷമായി. കാരണം നമ്മൾ പണ്ട് കൂടെ പഠിച്ചവരൊക്കെ ഒരു പ്രായമായി കഴിയുമ്പോഴത്തേക്കും ജോലിക്കും ബാക്കിയുള്ള പഠനത്തിനൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലത്തേക്ക് പോലോ. അപ്പോൾ ഇത് ഞാനൊക്കെ പണ്ട് 10 വരെ ഒരുമിച്ച് പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി വേറെ എന്തോ കാര്യത്തിന് പഠിക്കാനൊക്കെ ആയിട്ട് പോയി. ഇവിടെ വലിയൊരു വൈദ്യരത്നത്തിലാണ് പഠിക്കണേ. അപ്പോൾ ഞാനാണെങ്കിൽ ബാംഗ്ലൂരും പോയി അങ്ങനെ. അപ്പോൾ ഇപ്പം ഞാൻ തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും സ്റ്റോറി കണ്ടിട്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ട് അവനെ കാണുമ്പോൾ പോകണ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവനെ ഇവിടെ കണ്ടിട്ട് ചാലക്കുടിക്ക് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ ദേ നമ്മുടെ ചെക്കൻ അങ്ങനെ എത്തിയിട്ടുണ്ട്. അവൻ എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെയാണ്. അവൻ എന്നെ അവൻ്റെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതാണ്. അവിടെ ആരൊക്കെയോ വരച്ച പടങ്ങളാണ് ഇത് മൊത്തം. കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് വർത്തനൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി ഒത്തിരി നേരം ഇരിക്കാണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വെച്ചാൽ നമുക്ക് ചാലക്കുടി എത്തണം. പെട്ടെന്നൊരു നല്ല മഴ പെയ്തപ്പോൾ ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയില്ല. നമ്മളങ്ങനെ കാസർഗോഡ് നിന്ന് നടന്നതേ കോട്ടയം ജില്ലയുടെ ബോർഡൊക്കെ കാണുന്നുണ്ട്. നമ്മളങ്ങനെ നടന്ന തൃശ്ശൂർ ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 19 കിലോമീറ്ററോളം ഹൈവേ ആണ് ഫുള്ള്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം വന്നതിൽ ഒരു 19 കിലോമീറ്റർ അടുപ്പിച്ച് ഹൈവേ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ഒരു 14 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പുള്ളി വഴിയിൽ ഹിമാലയനായിട്ടിരിക്കുകയാണ്. എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി ഓൺ ആവുന്നില്ല, സ്റ്റാർട്ട് ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. സംഭവം ഞങ്ങൾ ഫ്യൂസൊക്കെ ഊരി മാറി കുത്തിയൊക്കെ നോക്കി. പക്ഷെ എന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ അടുത്താണെങ്കിൽ വർക്ക്ഷോപ്പും ഇല്ല. പിന്നെ അവസാനം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കോൾ ചെയ്ത് പറഞ്ഞ് സംഭവം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പുള്ളി പോകും. അപ്പം നമ്മളങ്ങനെ അവിടുന്ന് നടന്ന് പുതുക്കാടും കഴിഞ്ഞ് നന്ദിക്കര എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് ഒരു കൊടകര എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്കൊരു 4-5 കിലോമീറ്റർ സംതിങ് കണ്ടേ ഉള്ളൂ. സമയം ഇപ്പോൾ 7:30 നമ്മളിപ്പോൾ കോട്ടാന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടുന്ന് ബോർഡ് നോക്കിയാൽ കാണും. നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ 254 ഉള്ളൂ. നമ്മളെല്ലാ ജില്ലയും ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് അത്രയും അല്ല, അതിൽ കൂടുതൽ എടുക്കും. പിന്നെ ഈ റൂട്ട് പിടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് കയറാം. നമ്മളിപ്പോൾ തൽക്കാലം റൂട്ട് പോകുന്നില്ല, നമ്മൾ നേരെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ കൂട്ടാനായിട്ട് എൻ്റെ ഫ്രണ്ട് റൊണാൾഡ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അവൻ്റെ അടുത്താണ് സ്റ്റേ. അവനും ബാംഗ്ലൂരാണ്, പക്ഷേ അവനെ ഇടയ്ക്ക് നാട്ടിൽ വന്ന് നിൽക്കും. അവൻ്റെ അമ്മ വീട് ഇവിടെ ചാലക്കുടിയിലാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർന്നു. ബാക്കി നാളെ.